ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്തിന്റെ ബാറ്റിംഗിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ താരം ദിനേശ് കാർത്തിക്. ബാറ്റിംഗ് അത്ര എളുപ്പമല്ലായിരുന്ന സാഹചര്യത്തിൽ അനാവശ്യമായി റിസ്കുകൾ എടുക്കാൻ ഋഷഭ് തുനിഞ്ഞതാണ് ഡിക്കയെ ക്ഷുഭിതനാക്കിയത്. ജിയോ ഹോട്ട്സ്റ്റാറിന്റെ കമാൻഡിങ്ങിനിടെയാണ് ഋഷഭിന്റെ നിരുത്തരവാദിത്തപരമായ ബാറ്റിംഗിനെതിരെ അദ്ദേഹം തുറന്നടിച്ചത്. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ ഭാഗ്യം കൊണ്ട് മാത്രം ഋഷഭ് കുറച്ചു തവണ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഈ ബാറ്റിംഗ് ശൈലി അംഗീകരിക്കാനാവില്ലെന്നും കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കുകയെന്നും ഡിക്കെ ആവശ്യപ്പെടുകയായിരുന്നു. നാലാം ദിനം ആദ്യ സെഷനിൽ തന്നെ ഋഷഭ് പന്തിന് ബാറ്റിംഗിനായി ക്രീസിലെത്തേണ്ടി വന്നിരുന്നു. കളി തുടങ്ങി ആദ്യ ഓവറിൽ തന്നെ നായകൻ ശുഭ്മാൻ ഗിൽ പുറത്താവുകയായിരുന്നു. ബ്രൈഡൻ കാർസിന്റെ ഓവറിൽ ഇൻസൈഡ് എഡ്ജായ ശേഷം ബൗൾഡായാണ് 8 റൺസ് മാത്രമെടുത്ത് അദ്ദേഹം ക്രീസ് വിട്ടത്. തുടർന്നായിരുന്നു ഋഷഭിന്റെ വരവ്. ഇംഗ്ലീഷ് പേസ് ആക്രമണത്തെ ക്ഷമയോടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന KL രാഹുൽ ആയിരുന്നു 47 റൺസോടെ അപ്പോൾ ക്രീസിൽ മറുവശത്തുണ്ടായിരുന്നത്. മൂന്നാമനായി ഗിൽ മടങ്ങുമ്പോൾ ടീം സ്കോറിൽ ഉണ്ടായിരുന്നത് 92 റൺസാണ്. ഇന്ത്യയുടെ ലീഡാവട്ടെ 98 റൺസ് മാത്രം. മികച്ചൊരു കൂട്ടുകെട്ട് ടീമിന് ഈ ഘട്ടത്തിൽ ആവശ്യമായിരുന്നു. പരിചയസമ്പന്നരായ ഋഷഭിൽ നിന്നും മികച്ച പിന്തുണയും രാഹുൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തന്റെ സ്ഥിരം ശൈലിയിൽ വളരെ അലക്ഷ്യമായ അതോടൊപ്പം തന്നെ റിസ്കിയായ ക്രിക്കറ്റാണ് ഋഷഭ് കാഴ്ചവെച്ചത്. നേരിട്ട് 4ാം ബൗളിൽ തന്നെ അദ്ദേഹം പുറത്താവേണ്ടതായിരുന്നു. ക്രിസ് വോസിനെതിരെ ക്രീസിന് പുറത്തേക്ക് ഇറങ്ങി കയറിയടിച്ചെങ്കിലും എഡ്ജായ ബോൾ നേരെ സ്ലിപ്പിന് മുകളിലായി ബൗണ്ടറി കലാശിക്കുകയായിരുന്നു. ഈ ഷോട്ടിന് പിന്നാലെ ഋഷഭിനരികിലേക്ക് വന്ന് രാഹുൽ കുറെ കൂടി ശ്രദ്ധയോടെ കളിക്കാൻ ഉപദേശിക്കുന്നതായും കാണാമായിരുന്നു. അതിനുശേഷം അല്പസമയം ശാന്തയാക്കിയെങ്കിലും 32 ഓവറിൽ വോക്സിംഗിനെതിരെ വീണ്ടും ക്രീസിന് പുറത്തേക്കിറങ്ങി ഋഷഭ് സ്കോർ ചെയ്യുകയായിരുന്നു. അതിനുശേഷം അല്പസമയം ശാന്തനാക്കിയെങ്കിലും 32ാം ഓവറിൽ വോക്സിക്കിനെതിരെ വീണ്ടും ക്രീസിന് പുറത്തേക്കിറങ്ങി ഋഷഭ് റിസ്ക് ഷോട്ട് കളിച്ചു. ഇതിന് പിന്നാലെയായിരുന്നു കമന്ററിക്കിടെ ദിനേശ് കാർത്തിക്കിന്റെ രൂക്ഷ വിമർശനമുണ്ടായത്. ഋഷഭ് പന്ത് എന്താണ് ഈ കാണിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. KL രാഹുൽ കഠിനാധ്വാനം ചെയ്ത് ടീമിനെ കരകയറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായ സമീപനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. വൈസ് ക്യാപ്റ്റൻ ആണെന്ന കാര്യമെങ്കിലും ഋഷഭ് ഓർക്കണമെന്നും ഡിക്കെ തുറന്നു പറഞ്ഞു. ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് ബാറ്റ് ചെയ്യാൻ ഋഷഭ് പന്ത് ശ്രമിച്ചേ തീരൂ. ഇന്ത്യൻ ടീമിന് ഇപ്പോൾ ആവശ്യം മികച്ചൊരു കൂട്ടുകെട്ടാണ്. അതിനായി KL രാഹുലിനെ പിന്തുണയ്ക്കുകയാണ് ഋഷഭ് ചെയ്യേണ്ടത്. പകരം ടീമിനെ മറന്ന് സ്വയം തനിക്ക് വേണ്ടി മാത്രം കളിക്കരുത്. വൈസ് ക്യാപ്റ്റൻ എന്ന വലിയ ഉത്തരവാദിത്തമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുത്ത് ഋഷഭ് ബാറ്റ് ചെയ്തേ തീരുവെന്നും ഡിക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ തകർപ്പൻ സെഞ്ചുറി കുറിക്കാൻ ഋഷഭിനായിരുന്നു. 134 റൺസാണ് അടിച്ചെടുത്തത്. നായകൻ ഗില്ലിനൊപ്പം മികച്ചൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതാണ് ഇന്ത്യൻ ടോട്ടൽ 470 എത്തിക്കാൻ കാരണമായത്. സമാനമായൊരു ഇന്നിംഗ്സിലാണ് ഋഷഭിൽ നിന്ന് രണ്ടാം ഇന്നിംഗ്സിലും ടീമിന് ആവശ്യമായി വന്നത്.